അപ്പോഴേ ഇന്നൊരു കല്യാണം ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ കല്യാണത്തിന് പോകുന്ന വ്ളോഗാക്കി എടുത്തേക്കാലൊന്ന് കരുതി. അങ്ങനെ ഞങ്ങളെല്ലാം ഒരുങ്ങി കല്യാണത്തിന് പോകാൻ റെഡിയായിട്ട് കാറിലൊക്കെ കയറി. അങ്ങനെ ഞങ്ങൾ പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. ഒരു ട്രിപ്പ് മോഡായി. എല്ലാവരും കൂടെ കൂടി കഴിയുമ്പോൾ അങ്ങനെ ആണല്ലോ. അങ്ങനെ കല്യാണ സ്ഥലത്ത് എത്തി. കല്യാണമൊക്കെ അതിഗംഭീരമായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. പാട്ടുണ്ടായിരുന്നു, ഡാൻസ് ഉണ്ടായിരുന്നു, ഫുഡ് ഉണ്ടായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറൊക്കെ നിറച്ചു. അവസാനം ഞങ്ങൾ എന്നാൽ പിന്നെ ഇവിടെ നല്ല ഫ്രഷ് മീൻ കിട്ടുന്ന സ്ഥലമുണ്ടെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ടേക്ക് പോയി. മീനൊക്കെ വാങ്ങി തിരിച്ചു വരാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് ബീച്ചിലിറങ്ങി. നട്ടുച്ചയ്ക്ക് ഇപ്പോൾ ഒരു വെയിലത്ത് നന്നായിട്ട് കരിഞ്ഞുണങ്ങി ഞങ്ങൾ ബീച്ച് ആസ്വദിച്ചുകൊണ്ട് നിൽക്കുകയാണ്. കുട്ടികൾക്കൊക്കെ പിന്നെ വെയിൽ മഴ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ, അവരങ്ങനെ നിന്ന് കളിക്കും. പക്ഷേ ഞങ്ങൾക്കതൊരു ഒരു ഒരു വല്ലാത്തൊരു പ്രശ്നമായിരുന്നു. അതുകൊണ്ട് ഞാനൊരു മൂലയ്ക്കാണ് ഇരുന്നത്. പക്ഷെ എന്നാലും വെയിൽ മൊത്തം കൊണ്ടു. പിന്നെ ഉമ്മ പോയി 2 ഞണ്ടിനെ പിടിച്ചുകൊണ്ട് വന്നു. വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞണ്ടിനെയാണ് കൊണ്ടുവന്നത്. എന്നിട്ട് പറഞ്ഞു വ്ളോഗ് എടുത്തോളാൻ. അപ്പോൾ പിന്നെ ഞാനത് വ്ളോഗിലങ്ങ് ഉൾപ്പെടുത്തി. കണ്ടില്ലേ ഞണ്ടിനെ കണ്ടു. അങ്ങനെ കുട്ടികൾ പിന്നെ ഞണ്ടാണോ പാമ്പാണോ വഴുതാരയാണോ എന്നുള്ളൊരു നോട്ടമൊന്നുമില്ലാതെ അവർ തോണ്ടുകയും പിടിക്കുകയും അവർക്കൊക്കെ അതൊരു കൗതുകമായിട്ട് മാറി. അങ്ങനെ അവരൊക്കെ അത് എൻജോയ് ചെയ്തു. അതിനുശേഷം വീണ്ടും ഞങ്ങൾ വീട്ടിൽ കൊണ്ടുപോകണോ ഞണ്ടിനെ എന്നുള്ള ആലോചനയിലെത്തി. കുറേ ഞണ്ടുണ്ടായിരുന്നേ, പിടിച്ചാൽ ഇനിയും കിട്ടും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള ഒരു ആലോചന നടത്തി ഞണ്ടിനെ എടുത്ത് കവറിലിട്ടു. അവിടെ കിടന്നൊരു കവറിലിട്ടു. പിന്നെ കുട്ടികൾ പിന്നെ അവരുടെ ഒരു അവസരവും പാഴാക്കാതെ വെള്ളത്തിച്ചാട്ടവും മണ്ണുവാരലും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവർ കളിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. കരിഞ്ഞുണങ്ങൽ സഹിക്കാൻ വയ്യാതെ നമുക്ക് പോകാമെന്നുള്ള തീരുമാനത്തിലെത്തി. പക്ഷേ എവിടെ, ഉമ്മക്കും കുട്ടികൾക്കും ഒന്നും തീരെ താല്പര്യമില്ലായിരുന്നു. അവിടെ നന്നായിട്ട് നിന്ന് അവർ ബീച്ച് ആസ്വദിക്കുകയും കളിക്കുകയും ഓടുകയും ഒക്കെ ആയിരുന്നു. അങ്ങനെ അവസാനം തിരിച്ച് വീട്ടിലേക്ക് പോകാമല്ലോ എന്നുള്ള തീരുമാനത്തിലെത്തി. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്ക് പിന്നെ ഒരു മീനിനെ കിട്ടി. ആ മീനിനെ കണ്ട് ഞങ്ങൾ പിടിച്ചു. അങ്ങനെ ഞണ്ടിനെ ലാസ്റ്റ് കടലിലേക്ക് തന്നെ തിരിച്ചു വിട്ടേക്കാലോ എന്ന് കരുതി. കാരണം വീട്ടിൽ കൊണ്ടുവന്നാൽ വെറുതെ അത് തട്ടിപ്പോത്തേ ഉള്ളൂ. എന്തിനാ വെറുതെ അതിൻ്റെ ജീവിതം ഉള്ള സമയത്തൊക്കെ അവർ ജീവിച്ചോട്ടെ എന്ന് കരുതി. അങ്ങനെ മീൻ വാങ്ങാൻ ഇറങ്ങി. എനിക്ക് തീരെ വയ്യാത്തത് കൊണ്ടും ഇനി വെയിൽ കൊള്ളാനുള്ളൊരു ശേഷി എനിക്കില്ലാത്തതുകൊണ്ട് ഞാൻ കാറിൽ തന്നെ ഇരുന്നു. അങ്ങനെ അവരൊക്കെ പോയി മീനൊക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു. അത് കഴിഞ്ഞ് ഞങ്ങളുടെ യാത്ര ഞങ്ങൾ തുടർന്നു. പിന്നെ പോകുന്ന വഴിക്ക് ബീച്ചിൽ നിന്ന് കുറേ കക്കകളും മുത്തുകളും ഒക്കെ കിട്ടിയതുകൊണ്ട് മുത്തുകളൊന്നും കിട്ടിയിട്ടില്ല. ഒരു ഫോട്ടോഷൂട്ട് പ്ലാൻ ചെയ്തു. പക്ഷെ വലിയ രസമായിട്ടില്ല, ചീറ്റിപ്പോയി. അങ്ങനെ ഞങ്ങൾ ട്രിപ്പ് കണ്ടിന്യൂ ചെയ്തു. പിന്നെ ബീച്ചിൽ നല്ല വെയിലത്ത് നിന്ന് കളിച്ചുകൊണ്ട് നല്ല തലവേദനയുടെ ആരംഭം ഉള്ളതുകൊണ്ടും ഒരു ചായ അങ്ങോട്ട് കുടിച്ചേക്കാലോ എന്ന് കരുതി. അപ്പം അടുത്ത നല്ലൊരു സ്പോട്ട് എത്തിയപ്പോൾ ഞങ്ങൾ ചായ കുടിക്കാൻ ഇറങ്ങി. അങ്ങനെ കണ്ടു, ചായ കുടിച്ചു, സ്നാക്സൊക്കെ കഴിച്ചു, കടികളൊക്കെ തിന്നങ്ങോട്ട് വയറ് നിറച്ചു. നല്ലൊരു ആശ്വാസം കിട്ടി. കാറ്റൊക്കെ കൊണ്ടുവന്നിട്ട് വീണ്ടും ഞങ്ങളുടെ യാത്ര തുടർന്നു. അങ്ങനെ വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.